ഇപ്പോൾ ഈ കത്ത് കൊടുക്കുന്നത് റീജിയണൽ ഓഫീസിൽ നിന്നാണ്. അങ്ങനെയാണ് അവർ ഹൈക്കോടതി ചെല്ലുന്നത്. ഹൈക്കോടതി ചെന്ന് ഇപ്പോൾ നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ഈ കത്തോലിക്ക കോൺഗ്രസ് ഇതിൽ കക്ഷി ചേരുകയാണ്. നമ്മൾ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. കാരണം അത് സഭയുടെ കീഴിൽ തന്നെയുള്ള ഔദ്യോഗിക ഒരു സംഘടനയാണ്. ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്. അത് സഭ നേരിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക രൂപതകളിൽ അതിന് ഈ സംഘടനാ സംവിധാനമുണ്ട്. അതിൽ അത്ര ആളുണ്ടോ എന്ന് വെച്ചാൽ അത്ര ആളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിൽ ആളുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ്സിലെ ബഹുഭൂരിപക്ഷം ആളുകളും കാസാനുകൂലികളാണ്. ഇനി അങ്ങനെ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ കുറേ കൂടി എന്താണ് റിജിഡായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സഭയുടെ ചില പുരോഹിതന്മാരുടെയൊക്കെ നിലപാടുകൾ അടുത്ത് നിൽക്കുന്ന ആളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. ഇവർ ഈ കേസിൽ കക്ഷി ചേരുന്നതാണ് രസം. ഇവരുടെ റിട്ട് ഞാൻ ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഇവർ പറയുന്നു, ഞങ്ങൾക്ക് റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് ഇതിൻ്റെ കഥ അറിയാൻ പറ്റി. ഏത് റിലയബിൾ സോഴ്സ്? ഒന്നീ സെൻസർ ബോർഡ് പറഞ്ഞു വേണം, അല്ലെങ്കിൽ സിനിമയുടെ അണിയറക്കാരുന്നവർക്ക് കഥ പറഞ്ഞു വേണം. ഇവരെങ്ങനെയാണ് ഈ കഥ മനസ്സിലാക്കുന്നത്? ഏതാണ് റിലയബിൾ സോഴ്സ്? എന്നിട്ട് ഇവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ബഹുരസമാണ്. ഒന്ന്, ഇതിലെ നായകനും നായികയും രണ്ട് വ്യത്യസ്ത മതസമൂഹങ്ങളിൽപ്പെട്ടവരാണ്. അവർ പ്രേമിക്കുന്നത് അവരുടെ പ്രേമത്തെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് പിന്തുണയ്ക്കുന്നു എന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. താമരശ്ശേരി രൂപതാ ബിഷപ്പായിട്ട് ചിലപ്പോൾ അതിലൊരു കഥാപാത്രം ഉണ്ടാവാം. അവർ പിന്തുണയ്ക്കുന്നു. അത് ലവ് ജിഹാദിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ്. ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ റിട്ടൊക്കെ ടൈപ്പ് ചെയ്ത വക്കീൽ എന്തായിരിക്കും വിചാരിക്കുക? അതായത് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട രണ്ടുപേർ പ്രേമിക്കുന്നത്, ഈവൻ അത് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞാൽ ഒരു മുസ്ലിം യുവാവും ക്രിസ്ത്യൻ യുവതിയും പ്രേമിക്കുന്നത് ഒരു ബിഷപ്പ് സമ്മതിക്കുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ താമരശ്ശേരി രൂപതാ ബിഷപ്പിൻ്റെ കഥാപാത്രം ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് താമരശ്ശേരി രൂപതാ ബിഷപ്പിന് വ്യക്തിപരമായി വിഷമമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ഈ കത്തോലിക്ക കോൺഗ്രസ് റിട്ടിൽ പറയുകയാണ്. അതിനർത്ഥം എന്താണ്? ഒന്ന്, ഈ വിഷയം താമരശ്ശേരി രൂപതാ ബിഷപ്പിനെ അറിയാം. അതായത് താനൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നു. കാരണം ഇദ്ദേഹം ഒരു കഥാപാത്രമായി വേറൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, 2 വർഷം മുമ്പ് താമരശ്ശേരിയിൽ ഒരു DYFI നേതാവ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലുണ്ടായ പുകിൽ നമുക്ക് ഓർമ്മയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെ താൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് തനിക്ക് അപമാനമാണ് എന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചിനാനിയിൽ കരുതുന്നുണ്ടോ? അദ്ദേഹം കരുതുന്നുണ്ടോയാണോ അദ്ദേഹം ഈ ഓൾ കേരള കത്തോലിക് കോൺഗ്രസ് കക്ഷി ചേർന്നിട്ടുള്ളത്? ഇനി ആ റിട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ പറയുന്ന വേറെ രസമായ കാര്യം, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് മറ്റു മതവിഭാഗങ്ങളിൽ ഉള്ളവരെ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമാണ്. അങ്ങനെ കല്യാണം കഴിക്കുന്നതായിട്ട് ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു ഹർജി പോകുന്ന ഒരു നാടായി കേരളം മാറി. ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ ജസ്റ്റിസ് VG അരുണിൻ്റെയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നലെ പള്ളുരുത്തി കേസ് പരിഗണിച്ചത്. ജാനകി വേഴ്സസ് കേരള ആരെ പരിഗണിച്ചെന്നറിയാം? ജസ്റ്റിസ് നഗരേഷാണ്. ജസ്റ്റിസ് നഗരേഷ്. അതുകൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഈ റിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ചിരി വരുന്ന സംഭവങ്ങൾ ആണ് ഇതിൽ കുത്തിയറച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ റിട്ട് ഞങ്ങളെ കക്ഷി ചേർന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ സിനിമയുടെ അണിയർക്കാരോട് ഞാൻ കക്ഷി ചേർന്നോ കുഴപ്പമില്ല, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുകൊണ്ട് കക്ഷി ചേർന്നോളാൻ പറഞ്ഞു. പക്ഷേ നിങ്ങളെ സിനിമ കാണിക്കില്ല, ജഡ്ജി കണ്ടോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് അറിയാം അത് വളരെ നിർദോഷമായ തമാശകളാണെന്നുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും കോടതി കാണട്ടെ എന്ന് ഈ അണിയർ പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും കോടതി കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വാർത്തയാക്കുന്ന, അത് ചർച്ചയാക്കുന്ന ഒരു സമയം, അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 2025 ഇത് ഒക്ടോബർ മാസമാണ്. ഇനി നമുക്കൊരു നവംബർ മാസം കൂടി കടന്നു പോകേണ്ടതുണ്ട്. ഈ നവംബർ മാസം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ഇനിയും വാർത്തകൾ പൊങ്ങി വരും. ഈ സിനിമയുടെ പേരിൽ ഒരു മതസംഘടന പോയി കക്ഷി ചേരുക, സിനിമ സെൻസർ ബോർഡ് തന്നെ ഇടപെടുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുവരും. അതിൻ്റെ ലക്ഷ്യം, അതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്, ലക്ഷ്യം കേരളത്തിലെ 2 പ്രമുഖ ന്യൂനപക്ഷ സമുദായങ്ങളാണ്. അവരേതെങ്കിലും വിധേന തമ്മിൽ തല്ലിയാൽ മാത്രമേ ഈ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലിയും കടന്നുകൂടാൻ കഴിയൂ എന്ന് കരുതുന്ന രാഷ്ട്രീയ ശക്തികൾ കേരളത്തിലുണ്ട്.